1998 പൊതിഞ്ഞ 32 കിലോ സ്വർണത്തിൽ എത്ര സ്വർണം സന്നിധാനത്ത് ബാക്കിയുണ്ടെന്ന് കണ്ടുപിടിക്കലാണ് പ്രധാനം. ഹൈക്കോടതി ഇതിനായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉത്തരവിട്ട് കഴിഞ്ഞു. ഓരോ സ്വർണ്ണപ്പാളിയിലും ഉള്ള സ്വർണത്തിൻ്റെ അളവും കണ്ടെത്തും. സ്വർണം സന്നിധാനത്തിന് പുറത്തെത്തിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെ തല നിസ്സാരക്കാരനാവില്ല. അതാത് സമയത്തെ ദേവസ്വം ബോർഡുകളും ഉദ്യോഗസ്ഥരും ചേർന്ന് രേഖകൾ പോലുമില്ലാതെ അല്ലെങ്കിൽ തിരുത്തൽ വരുത്തി CCTV വെട്ടിച്ച് നടത്തിയ കൊള്ള. അന്താരാഷ്ട്ര ബന്ധം പോലും ശബരിമലയിലെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയ ആസൂത്രണത്തിൽ കോടതി സംശയിച്ചത് നിസ്സാരമല്ല. ഇങ്ങനെ ഒരു സ്കാം എന്തെങ്കിലും കൊള്ള ഉണ്ടായാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് ആരാ പറഞ്ഞത്? അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്? അപ്പൊ എന്തുകൊണ്ട് വാസവൻ രാജിവെക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ? അതിന്റെ ഒരു ഉത്തരം തരണം. ശബരിമലയിൽ നടന്ന കൊള്ളയും ശബരിമലയോട് കാട്ടിയ അവഹേളനവുമാണ്. ശബരിമലയിൽ നടന്ന കൊള്ള, ആ കൊള്ള ഒരു ഭരണകൂടം അതിന് കുടപിടിക്കുകയും അത് വെളിച്ചത്ത് വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി ഉയർന്നു വരും. ടിപ്പു സുൽത്താനെ നാണിപ്പിക്കുന്ന ഒരു കൊള്ളക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തിയില്ല. ടിപ്പു സുൽത്താൻ എങ്ങനെയാണ്? പടയാളികളെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാലാൾപ്പടയും കുതിരപ്പടയൊക്കെ ആയിട്ട് വന്നിട്ടാണ് അമ്പലങ്ങൾ കൊള്ളയടിച്ചത്. ഇയാളുടെ കാലാൾപ്പടയും കുതിരപ്പടയും വെച്ചിട്ടാണ് വാസവനെയും കടകംപള്ളിയെയും വാസുവിനെയും പത്മകുമാറിനെയും മുരാരി ബാബുവിനെയും പോറ്റിയെയും വെച്ചിട്ടാണ് പിണറായി വിജയൻ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നത്. സ്വർണം എവിടെ കണ്ടാലും പിണറായി വിജയന് ഭയങ്കര വീക്ക്നെസ് ആണ്. വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പുതിയ ദേവസ്വം പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് കെ ജയകുമാർ സാറിനോട് BJPക്ക് പറയാനുള്ളത്. അദ്ദേഹം മനസ്സിലാക്കണം, ഒരു കൊള്ളസംഘം മുമ്പിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യമറയാണ് അദ്ദേഹമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ശബരിമലയെ ഇത്രയും കാലം കൊള്ള ചെയ്ത പിണറായി വിജയൻ സർക്കാരും ആ കൊള്ളയെ മൂടിവെക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന മനുഷ്യമറയാണ് കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം കോടതി മേൽനോട്ടത്തിലായതിനാൽ പ്രമുഖരും അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. നല്ല കാര്യം. ഉദ്യോഗസ്ഥർ മാത്രമാണ് പിന്നിലെന്ന CPM നേതാക്കളുടെ പഴയ ന്യായീകരണമാണ് N. വാസു അറസ്റ്റിലായതോടെ പൊളിഞ്ഞത്. ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും തട്ടിപ്പിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതിയും പറഞ്ഞതോടെ പാർട്ടിയും സർക്കാരും വെട്ടിലായി. തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല ചെഞ്ചേരി ഗാന്ധിനഗറിൽ മൗക്തികം വീട്ടിൽ M. കൃഷ്ണൻ നായർ മകൻ 73 വയസ്സുള്ള K. ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും. ഒരു ന്യായീകരണത്തിനും ഇവിടെ കഴിയില്ല എന്ന് സർക്കാരിന് പോലും മനസ്സിലാക്കി. രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാനാണ്. വിശ്വാസത്തിന്റെ ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും ഞങ്ങളിപ്പോൾ പ്രതികരിക്കുകയില്ല. കാരണം അത് കോടതി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുള്ള കാര്യമാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് അവിവേകമായിരിക്കും. പക്ഷേ ഈ വാർത്തകളും ഒക്കെ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ, കേരളത്തിന്റെ മനസ്സിൽ തന്നെ വളരെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ ആർക്കും മനസ്സിലാവും. അത് നമ്മൾ 2 വർഷം ഈ ബോർഡ് ഇരുന്നിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സങ്കടത്തിന് കാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഒരിക്കലും നമ്മൾക്ക് അനുവദിച്ചുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത്, അതിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട്, അതിൻ്റെ ചില നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട്, അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം നമ്മുടെ ഏക ലക്ഷ്യം എന്താണ്? ദേവസ്വം ബോർഡിനെ പറ്റി ഭക്തർക്കുണ്ടായിരുന്നൊരു വലിയൊരു അഭിമാനമുണ്ട്. ഞങ്ങളുടെ ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ്. ആ ഒരു അഭിമാന ബോധത്തിൽ ഭക്തരെ തിരിച്ചുകൊണ്ടെത്താൻ പ്രാപ്തമായ നടപടികളുണ്ടാവണം. ഭഗവാന്റെ ഒരു സ്വത്ത് പോലും എങ്ങും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഭക്തജനങ്ങളെ ധൈര്യമായിട്ട് കൊണ്ട് സമർപ്പിക്കുന്ന സ്വത്തും പൊന്നും ഒക്കെ ഭദ്രമാണ്. അത് ആ ഒരു അഷ്വറൻസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വൈകാരികമായി ഞാൻ ഉൾക്കൊള്ളുകയാണ്. അത് ചെയ്യും. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അവിടെ പിന്നെ അനഭിമതമായ കാര്യങ്ങൾ, ടു പുട്ട് എ മൈൽഡ് വേർഡ്, അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണ് എങ്കിൽ അത് വളരെ കർക്കശമായി നമ്മൾ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല, നടത്താൻ അനുവദിക്കില്ല. അതാണ്, ഒരു കുഴപ്പവും നടക്കില്ല. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് ഏറെക്കുറെ അറിയാം. അതൊന്നും എനിക്കിപ്പോൾ പറഞ്ഞുകൂടാ. അതൊക്കെ ആ ഒരു അറിവ്, ആ ഒരു എക്സ്പീരിയൻസാണ് വ്യക്തിപരമായി എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജ്ജമെന്ന്. ഐ വിൽ ആക്ട് ഓൺ ഇറ്റ്. നമുക്കത് പരിശോധിക്കണം. ഒന്നും ചാടിക്കയറൊന്നും ചെയ്യുന്നല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ളൊരു സുതാര്യത ഉണ്ടാകുന്നതിന് അഭിമാന മുഹൂർത്തം ഞാൻ സ്വപ്നം കാണുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. ആഗോള അയ്യപ്പ സംഗമത്തിന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കൈകാര്യം ചെയ്ത അദ്ദേഹമായിരുന്നു വികസനത്തിന്റെ. അങ്ങനെ എല്ലാ നിലയിലും ഭരണരംഗത്ത്, അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക മേഖലകൾ, എല്ലാ രംഗത്തും തിളക്കമാർന്ന ഒരു വ്യക്തിത്വം എന്ന രൂപത്തിൽ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ നിശ്ചയമായും പ്രതീക്ഷയോടുകൂടി നമുക്ക് എല്ലാ അർത്ഥത്തിലും ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ എന്ന രൂപത്തിൽ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ ഹൃദയം നിറഞ്ഞ് ഗവൺമെന്റിന് വേണ്ടി അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. ശ്രീ ജയകുമാർ സാറിന് തന്നെ ഇതിന്റെ പ്രസിഡന്റായി കൊണ്ടുവന്നു എന്നുള്ളത് സർക്കാരിന്റെ ശബരിമലയിലുള്ള വികസനത്തിന്റെ താൽപര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ശബരിമല എന്ന് പറയുന്നത് കേവലം കേരളത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തജനങ്ങളുള്ള ഒരു അമ്പലമല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ ലക്ഷോപലക്ഷ ഭക്തജനങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർക്ക് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാകണം. അതാണ് ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്, ബോർഡിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് ജയകുമാർ സാറിനെ പോലെ പ്രഗത്ഭനും പാണ്ഡിത്യമുള്ള ഭരണപരിചയമുള്ള ഒരാളിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വച്ചത് എന്നുള്ളതിൽ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് കൂടി അഭിമാനകരമാണെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ മേഖലയിൽ നിൽക്കുന്ന ചില സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ ഇതുപോലെ ഒരു ബോർഡിന്റെ അംഗമായി മനോബലത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജയകുമാർ സാർ അതിൻ്റെ അധ്യക്ഷനാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഈ ബോർഡിന്റെ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസവും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ കഴിയത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഒരംഗം എന്നുള്ള രീതിയിൽ പ്രസിഡന്റിന് അതുപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകും എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. 2 വർഷക്കാലമേ ഉള്ളൂ കാലാവധി. സാധാരണ MLA-മാർക്ക് അത് 5 വർഷമുണ്ട്, മന്ത്രിമാർക്കും 5 വർഷമുണ്ട്. ഇത് 2 വർഷക്കാലമാണ്. ആ 2 വർഷക്കാലം കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മുമ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ, സ്പെഷ്യൽ ഓഫീസറായി 2 വർഷത്തിലേറെ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, അതിന്റെ എല്ലാം നേതാവായിരുന്ന ആള് എന്നുള്ള രീതിയിൽ ജയകുമാർ സാറിന് ചില പ്ലാനുകൾ കാണും. ആ പ്ലാനുകൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേയറ്റം അദ്ദേഹത്തോട് സഹകരിച്ചുകൊണ്ട് ഈ പദവിയിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കും എന്നാണ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വാസുവിൽ നിന്ന് പത്മകുമാറിലേക്കും പത്മകുമാറിൽ നിന്ന് PS പ്രശാന്തിലേക്കും അന്വേഷണം എത്തിയാൽ അത് ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടലിൻ്റെ വിജയമാകും. ഹൈക്കോടതി കണ്ടില്ലായിരുന്നുവെങ്കിൽ ഈ കൊള്ള ഇനിയും തുടർന്നേനെ.